മത്സരിക്കുന്നില്ലേ? എന്തോ അടുത്ത നിയമസഭാ ഇലക്ഷൻ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? UDF-നൊപ്പം നിന്ന് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അത് ഞാനൊരാൾ ഒറ്റക്കെടുക്കേണ്ട ഒരു തീരുമാനമല്ല. കാലായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. നല്ല നെഗറ്റീവ് അല്ല, ചാടിക്കേറി ഉത്തരം പറയേണ്ട ഒരു കാര്യം, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള സമയം, സന്ദർഭം, ചുറ്റുപാടുകൾ എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ എനിക്ക് ഒരാഴ്ചയെങ്കിലും സമയം വേണം. അതല്ലേ വേണ്ട, 7 ദിവസം. ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ വെറുതെ ഇരുന്നത് ആലോചിക്കണത്തിന് എന്നോട് ആരും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളല്ലാതെ. എന്നോട് UDF-ന്റെ നേതൃത്വം ഇത് ചോദിച്ചാലല്ലേ ഞാൻ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ജയമോഹൻ എന്നോട് അടുത്ത ഇലക്ഷൻ നിൽക്കണ്ടോന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരാഴ്ച ദൈവമേ ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് അത് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. സാക്ഷാൽ കമലഹാസനെ സാക്ഷിയാക്കി താങ്കളുടെ ചങ്ക് സുഹൃത്തായ മഞ്ജു വാര്യരോട് ജോണി ലോക്കോസ് ചോദിച്ചിരുന്നു, ഇങ്ങനെ പിഷാരടി ഡിബേറ്റിനെ കേൾക്കുന്നുണ്ട്. അത് നിഷേധിച്ചിട്ടില്ല മഞ്ജു. അത് നിങ്ങൾ എന്നോട് മഞ്ജു പ്രധാനമന്ത്രി ആണോ എന്ന് ചോദിച്ചു നോക്കിയേ. ഞാൻ നിഷേധിക്കുകയല്ല. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, മഞ്ജു എങ്ങനെ നിഷേധിക്കുകയോ നിഷേധിക്കാതിരിക്കുകയോ ചെയ്യും? മഞ്ജുവിന് അത് അറിയത്തില്ലല്ലോ ഈ കാര്യമൊക്കെ. നമ്മൾ ഈ നാണം കേട്ടല്ലോ. ചില ചടങ്ങിനൊക്കെ മഞ്ജു ഇതൊക്കെ ഇരിക്കും. ഞാൻ ഈയിടയ്ക്ക് ഒരു ചടങ്ങിനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില നേതാക്കളൊക്കെ വരുമ്പോൾ മഞ്ജു ചെറുതായിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങേരുടെ പേരെന്താന്നൊക്കെ ചോദിക്കാറുള്ള ആളാ. കാരണം അറിയത്തില്ല ചിലരെയൊക്കെ ഇവർക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ മഞ്ജുവിനോടത് ചോദിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ സങ്കടമല്ല, കമലഹാസൻ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്.